IAS കിട്ടാൻ വ്യാജരേഖ സമർപ്പിച്ച കേസിൽ പൂജ ഗേത്കറിന് കുരുക്ക് മുറുകുന്നു. കേന്ദ്ര സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചാലുടൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടേക്കും. അതേസമയം കർഷകരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിന് പൂജയുടെ അമ്മയും അച്ഛനുമടക്കം 5 പേർക്കെതിരെ പൂനെ റൂറൽ പോലീസ് കേസെടുത്തു. ഇല്ലാത്ത അധികാരപ്രയോഗം നടത്തിയതോടെയാണ് പൂജ ഖേത്കർ എന്ന IAS ട്രെയിനിക്കെതിരെ പൂനെയിലെ ജില്ലാ കളക്ടർ തന്നെ ആദ്യം പരാതി കൊടുത്തത്. സ്വകാര്യ ആഡംബരക്കാരിൽ ബീക്കൺ ലൈറ്റ് വെച്ചും കളക്ടറേറ്റിൽ അനുമതിയില്ലാതെ ക്യാബിൻ പിടിച്ചെടുത്തും സഹായികളായി ഉദ്യോഗസ്ഥരെ ആവശ്യപ്പെട്ടും അങ്ങനെ അധികാരം ആഘോഷിക്കുകയായിരുന്നു പൂജ. എന്നാൽ സിവിൽ സർവീസ് പരീക്ഷയിൽ മുൻഗണന കിട്ടാൻ വേണ്ടി പൂജ നടത്തിയ തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വന്നതോടെ പണി പോകാനുള്ള എല്ലാ വഴിയും തെളിയുകയാണ്. കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി വിഷയത്തിൽ അന്വേഷണം തുടങ്ങി. 2 ആഴ്ചക്കകം റിപ്പോർട്ടും നൽകും. തെറ്റു തെളിഞ്ഞാൽ ജോലി പോകും. വ്യാജരേഖ സമർപ്പിച്ചതിന് ക്രിമിനൽ കേസ് വേറെ. 48 കോടിയുടെ സ്വത്തുണ്ടെന്നാണ് പൂജയുടെ അച്ഛൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. 17 ലക്ഷം രൂപയുടെ വാച്ച് ധരിക്കുന്ന താൻ പക്ഷേ സാമ്പത്തികമായി പിന്നോട്ടെന്നാണ് പൂജ UPSCക്ക് നൽകിയ സർട്ടിഫിക്കറ്റ്. കാഴ്ച പരിമിതി, മാനസികാരോഗ്യത്തിൽ ബുദ്ധിമുട്ട്, അങ്ങനെ ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടാൻ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സംഘടിപ്പിച്ച സർട്ടിഫിക്കറ്റും നൽകിയിട്ടുണ്ട്. ദില്ലി എയിംസിൽ പരിശോധന നടത്തി ആരോഗ്യ വിവരം സ്ഥിരീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെ ഒഴിഞ്ഞു നടക്കുകയാണ് പൂജ. അതേസമയം ഒരു ഭൂമി തർക്കത്തിനിടെ കർഷകരെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന പൂജയുടെ അമ്മയുടെ വീഡിയോ പുറത്തു വന്നതോടെ പോലീസ് ഇപ്പോൾ കേസെടുത്തു. ജോലി കിട്ടി എത്തിയതിന് പിന്നാലെ മകൾക്ക് സൗകര്യങ്ങൾ ചെയ്തു തരാൻ പൂജയുടെ അച്ഛൻ ദിലീപ് ഖേത്കർ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഇയാൾ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയോ എന്നും അന്വേഷണം ഉണ്ടാകും. UPSCയുടെ കാര്യക്ഷമതയും സുതാര്യതയും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന സംഭവമാണ് പൂനെയിലേത്. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് ഒഴിയാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. മാതൃകാപരമായ ശിക്ഷ കേസിൽ പ്രതീക്ഷിക്കാം. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.